everyone, Wizard അങ്ങനെ പിന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് OPPOയുടെ Reno12 എന്ന് പറയുന്ന ബേസ് വേരിയന്റിന്റെ അൺബോക്സിംഗും ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷനും മോർ ഓവർ നമ്മുടെ മിന്നൽ റിവ്യൂ ആയിട്ടാണ്. പ്രിസൈസ് ആയിട്ട് നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ എല്ലാം പെട്ടെന്ന് ചടപടയെന്ന് പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോർമലി വന്നിരിക്കുന്ന ഒരു OPPOയുടെ പാക്കിംഗ് ആണ്. ഇവിടെ OPPO AI ഫോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ നോർമൽ വരുന്ന പാക്ക് പോലെ ആദ്യം നമുക്ക് ഫോണാണ് വരുന്നത്. ഫോൺ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ OPPO Reno12. പേപ്പറിനകത്ത് നമ്മുടെ ബാക്ക് കവർ കിട്ടുന്നുണ്ട്. ഇത്തവണ ബാക്ക് കവർ അത്യാവശ്യം നല്ല ഡിഫറൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ കേബിളും അതിന്റെ ബ്രിക്കും ആണ്. ഇതാണ് നമ്മുടെ OPPO Reno12. എന്ത് ഭംഗിയാണല്ലോ ഇത് കാണാൻ. ഇതുവരെ ടിൽ നൗ ഇതുപോലൊരു ഫോൺ ഞാനിത് കണ്ടിട്ടില്ല. സംഭവം പിടിച്ച് ചളുക്കി ഓടിച്ചൊക്കെ വെച്ചേക്കുന്ന പോലെ ഇരിക്കുക. പക്ഷേ ഇത് ഒരു 3D മോഡൽ ഫീലാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. പക്ക സ്മൂത്ത് ആ ഒരു ഫിനിഷ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു ക്യാമറ ബമ്പ് കാണാൻ പറ്റും. അതിന്റെ ചുറ്റിനുള്ള ഡിസൈൻ ആയാലും ക്യാമറ പ്ലേസ്മെന്റ് ആയാലും കളർ ആയാലും ഔട്ട്സ്റ്റാൻഡിംഗ് ഡിസൈൻ. OPPO ഈ തവണ സ്ഥിരം വന്ന് ആ ഒരു ബോറിംഗ് ക്ലീഷ സാധനം എന്നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇവിടെ OPPO എന്ന ബ്രാൻഡിംഗ് ഉണ്ട് കേട്ടോ. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 360 ഡിഗ്രി OPPOയുടെ ആർമർ ബോഡി ഉണ്ടല്ലോ, അതും അതായത് അത്യാവശ്യം ഡ്യൂറബിൾ ആണെന്നും OPPO പറയുന്നുണ്ട്. സൺസെറ്റ് പീച്ച്, അതുപോലെ തന്നെ മാറ്റ് ബ്രൗൺ, അതുപോലെ തന്നെ ആസ്ട്രോ സിൽവർ എന്ന് പറയുന്ന ഈ 3 കളറിൽ അവൈലബിൾ ആണ്. ഈ ബാക്ക് കവർ ഇടുമ്പോൾ ഉള്ള ഭംഗിയും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞതുപോലെ ഒരു എയർ ബാഗ് ഇട്ടേക്കുന്ന പോലെ എന്ത് പറയുന്നത്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഉണ്ടല്ലേ. രണ്ടാമതായിട്ട് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. നോർമലി ഉള്ള ഡിസ്പ്ലേ പോലെയല്ല ഇതിനകത്ത് വരുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ക്വാഡ് കർവ് ഡിസ്പ്ലേ OPPO കൊണ്ടുവരുന്നത്. കർവ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, കർവ് ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു കർവാണ്. ആവശ്യത്തിന് മാത്രം കർവ് കൊടുത്തിട്ടുള്ളൂ. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ആണ് നമുക്കിനകത്ത് വരുന്നത്. ഇനി പറയാനുള്ളത് ക്യാമറയാണ്. ഒരു 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ആണ് നമുക്കിത് വരുന്നത്. Sony LYT-600 ആണ് ഇതിന്റെ സെൻസർ വരുന്നത്. അതേപോലെ തന്നെ ഓൾ പിക്സൽ ഒമ്നി ഡയറക്ഷണൽ PDF-ന്റെ സപ്പോർട്ടും അതുപോലെ OIS മെയിൻ ക്യാമറയും കൂടാണ് വരുന്നത്. 4K റെസൊല്യൂഷനിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 4K 30 FPS ആണ്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും അതുപോലെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ആണ് ബാക്കി വരുന്ന ക്യാമറ. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന് ഒരു മെയിൻ ക്യാമറ ആണ് വരുന്നത്. സോ എന്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഇതിന്റെ ക്യാമറ എന്ന് മനസ്സിലായത് സ്ഥിരം OPPO വരുന്ന ആ ഒരു കളർ കയറ്റി വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇതിലില്ല. നമ്മൾ കാണുന്ന നാച്ചുറൽ കളർ നാച്ചുറലായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ OPPOയ്ക്ക് പറ്റുന്നുണ്ട്. ഇതിന്റെ പോർട്രേറ്റ് മോഡിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ എടുത്തേക്കുന്നതാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ക്യാമറ അരച്ച് കലക്കി നമ്മൾ പറയുന്നതായിരിക്കും. ബട്ട് മറ്റ് സ്ഥിരം വരുന്ന ആ ഒരു നെഗറ്റീവ് ഇതിനകത്ത് വരുന്നില്ല. LPDDR4X ആണ് ഇതിന്റെ റാം ടൈപ്പ്. UFS 3.1 ആണ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. അതുപോലെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഇത്ര സ്ലിമ്മിലായിട്ട് പോലും OPPO കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. നമ്മൾ ആദ്യം കണ്ട ചാർജറും 1% to 100% 46 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ദാറ്റ്സ് അല്ലേ, എക്സലന്റ് ആണ്. കളർ OS 14.1 ആണ് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ളത്. 3 years ഓഫ് OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. കളർ OS നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തുടരെ ഇതിങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വാൾപേപ്പർ ഞാൻ എവിടെയോ ഇത് നമ്മുടെ 14 പ്രോയുടെ കവറല്ലേ ഇവിടെ. പിന്നെ ഇതിന്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ MediaTekന്റെ Dimensity 7300 ആണ് ഇതിന്റെ ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ 6.4 lakh പ്ലസ് വരുന്നുണ്ട്. ഇതിന്റെ എക്സാക്ട് റേറ്റ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറയാറുണ്ട് വാല്യൂ ഫോർ മണിയാണ്. സ്ഥിരം Reno സീരീസിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസിനേക്കാൾ ഉപരി വേറെ കുറെ കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇത്തവണ ഇതിന്റെ റേറ്റ് നോക്കിയിട്ട് നമുക്ക് പറയാം എത്രത്തോളം ഉണ്ടെന്ന്. അത് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഈ ഒരു മോഡൽ നമുക്ക് 256 GB സ്റ്റോറേജും അതുപോലെ തന്നെ 8 GB റാമാണ് വരുന്നത്. പ്ലസ് ഒരു 8 GB എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. അത്യാവശ്യം 8 GB എക്സ്റ്റെൻഡ് ചെയ്യുന്ന 8 GB എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് കളിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവിടെ തൊട്ട് പറയാനുള്ളത് OPPOയുടെ AI ഫോണിനെ പറ്റിയാണ്. എന്ത് AI കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവന്നതെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം AI Eraser 2.0 ആണ്. AI Eraser നമ്മൾ സ്ഥിരം ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ഡിവൈസുകളിലും നമ്മൾ കാണുന്ന സാധനമാണ്. പക്ഷേ അത് ലോട്ട് ഇംപ്രൂവ് ആയി എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ പോകുന്ന ഒരു ആനിമേഷൻ കണ്ടോ, ശ്രദ്ധിച്ചാ? ഞാൻ പറയുന്നത് ഇത് പുതിയൊരു ടെക് അല്ല, പല ടെക്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിലാണ് അവർ അപ്പുറത്തോട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ആളെ എടുത്ത് കളഞ്ഞേക്കുന്നത്. പിന്നെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ AI ബെസ്റ്റ് ഫേസ്. നമ്മുടെ കൂടെ സ്ഥിരം ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ കാണാം, പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നവനൊക്കെ പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കും. ആ സാധനം നമുക്ക് മാറ്റി വേറെ കണ്ണ് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് AI റെക്കോർഡിംഗ് സമ്മറിയാണ്. അതായത് ഈ സാധനം നമുക്ക് ഓഡിയോ റെക്കോർഡ് ഇവിടെ സമ്മറൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറൈസ് ആവുന്നതായിരിക്കും. നമുക്ക് ഇതേപോലത്തെ AI അവതാർസ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നിങ്ങനെ AI ഓപ്ഷൻസ് ഒക്കെ വളരെ അധികമായി OPPO കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ AI ഫോൺ എന്ന് പറഞ്ഞ ഫോണിൽ ലേബൽ ചെയ്തേക്കുന്നത്. സോ ഓവറോൾ ഇതാണ് മിന്നൽ റിവ്യൂ എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത കട്ടി കളഞ്ഞാൽ കാര്യം നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് വരും. ആൻഡ് ഇത് നമ്മൾ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പാരലലി വേറെ ഡെയിലി ഡ്രൈവർ ഓടുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. മോർ ഓവർ പെർഫോമൻസിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്നുകൂടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഇതാണ് OPPOയുടെ Reno12 എന്ന് പറയുന്ന ഫോണിൻ്റെ മിന്നൽ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പം നിങ്ങളുടെ കമൻസ് ഒന്നും രേഖപ്പെടുത്താൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ട്